ഹായ് ലേണേഴ്സ്, iPlus ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സെറ്റ് പേപ്പർ 2 ഹിസ്റ്ററിയുടെ 6ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സെലക്ടഡ് തീംസ് വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി കോണ്ടെക്സ്റ്റ് ആയിരുന്നു. അതുപോലെ അതിൻ്റെ ഇടയിൽ 3rd യൂണിറ്റ് നമ്മൾ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് പോയി. ദെൻ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് ഇതുവരേക്കും ബാക്കി മൊഡ്യൂളുകളിലൊക്കെ ബാക്കി യൂണിറ്റുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നെറ്റിന്റെ പേപ്പറൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ആയിട്ട് അത്ര ഒരു ടച്ച് ഉണ്ടാവില്ല. നമ്മുടെ നെറ്റിന്റെ പേപ്പറിൽ ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ. പക്ഷെ സെറ്റിന് തന്നെ ഒരു യൂണിറ്റ് വേൾഡിന്റെ പേപ്പറാണ്, വേൾഡിന്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. അപ്പോൾ അതിൽ പക്ഷെ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, അതില്ല എന്നുണ്ടെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു ലെവലിലാണ് പോകുന്നത്. ഏകദേശം എല്ലാ ഏരിയസും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും അതിന് കൊടുക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ നോട്ട് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നോട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ക്ലാസ്സിനോടൊപ്പം തന്നെ അത് നോക്കി ചെക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ഒരു യൂണിറ്റിൽ ആദ്യമായിട്ട് നമ്മൾ മൊഡ്യൂൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചപ്പോൾ അതിലും ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ നമ്മൾ കണ്ടതാണ്. ഹരപ്പൻ സിവിലൈസേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അതുപോലെ തന്നെ വേൾഡ് കോണ്ടെക്സ്റ്റിലും ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ നോക്കുന്നത്. ദ ബ്രോൺസ് ഏജ് സ്പാൻ ഫ്രം 3300 to 1200 BCE and is characterized by the use of copper and its alloy bronze as the chief hard materials in the manufacturing of implements and weapons. അപ്പോൾ ഇത് നമുക്കറിയാവുന്നൊരു പോയിന്റ് തന്നെയാണ്. കാരണം ഈ ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പർ, അതിൻ്റെ അലോയ് ആയിട്ടുള്ള ബ്രോൺസ്, അതെല്ലാം കൊണ്ട് യൂസ് ചെയ്തിട്ട് വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അത് വേൾഡ് കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടം വരുന്നത് 3300 BCE തൊട്ട് 1200 BCE വരെയാണ്. Because of the importance of bronze in the growth of the first civilizations, the period came to be known as the Bronze Age. അപ്പോൾ ഈ ബ്രോൺസിന്റെ ഉപയോഗം കൂടി വരുന്ന ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഇതിന് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എന്നാണ് ഈ ഒരു കാലഘട്ടത്തിലത്തെ ആദ്യത്തെ സിവിലൈസേഷൻസ് ആണല്ലേ. അപ്പോൾ ഇതിന് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നാണ് പറയുന്നത്. Prominent Bronze Age kingdoms included Sumer and Babylonia in Mesopotamia and Egypt. അപ്പോൾ പ്രോമിനന്റ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നത് സുമേർ, ബാബിലോണിയ, മെസൊപ്പൊട്ടേമിയയിലെ സുമേർ, ബാബിലോണിയ, പിന്നെ അതുപോലെ അക്കാഡ് എന്നിങ്ങനെയുള്ള സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അത് മെസൊപ്പൊട്ടേമിയയിലാണ് അതെല്ലാം ഉള്ളത്. ദെൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ മെസൊപ്പൊട്ടേമിയയിലെ ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ ഈ മെസൊപ്പൊട്ടേമിയയുടെ ലൊക്കേഷൻ, അതുപോലെ ആ ഒരു മെസൊപ്പൊട്ടേമിയ എന്ന വേർഡിന്റെ മീനിങ് നമുക്ക് നോക്കാം. മോഡേൺ ഇറാഖിലാണ് മെസൊപ്പൊട്ടേമിയ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏർലിയസ്റ്റ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ലോകത്തിലെ തന്നെ ഒരു ഏർലിയസ്റ്റ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ് ഈ മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മെസൊപ്പൊട്ടേമിയ എന്ന വേർഡിന്റെ മീനിങ് ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് എന്നാണ്. അതായത് നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഏതാണ് ആ രണ്ട് നദികൾ? യൂഫ്രട്ടീസ് അതുപോലെ ടൈഗ്രീസ് റിവേഴ്സ് ആണ്. ഈ രണ്ട് റിവേഴ്സിന്റെയും ഇടയിലുള്ള ഒരു പ്ലേസ് ആണ് മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ദ സൗത്തേൺ മോസ്റ്റ് റീജിയൻ ഓഫ് മെസൊപ്പൊട്ടേമിയ വാസ് നോൺ ആസ് സുമേർ. അപ്പോൾ മെസൊപ്പൊട്ടേമിയയിലെ സൗത്തേൺ മോസ്റ്റ് റീജിയൻ ആണ് സുമേർ എന്നറിയപ്പെടുന്നത്. ആൻഷ്യൻ കാലഘട്ടത്തിലാണ് കേട്ടോ ഈ സുമേർ എന്ന പേരുള്ളത്. ദെൻ while the regions to the northeast of Sumer was called Babylonia and Akkad. അപ്പോൾ ഈ സുമേർ എന്ന് പറയുന്നത് സൗത്ത് മോസ്റ്റ് റീജിയൻ ആണ്. ദെൻ ഈ സുമേറിന്റെ നോർത്ത് ഈസ്റ്റ് സ്ഥലങ്ങളാണ് ബാബിലോണിയയും അതുപോലെ അക്കാഡ് എന്ന് പറയുന്ന സ്ഥലവും. ദെൻ നോർത്തില് ഒരു ഹൈലാൻഡ് ഉണ്ട്. ആ ഹൈലാൻഡിനെയാണ് അസീറിയ എന്ന് പറയുന്നത്. ദെൻ ഈ മെസൊപ്പൊട്ടേമിയ സിവിലൈസേഷനിൽ ഇവിടുത്തെ ജനങ്ങൾക്ക്
ധാരാളം ലാർജ് എമൗണ്ട് ഓഫ് സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബെറ്റർ ഓർഗനൈസ്ഡ് ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് 2 നദികൾക്കിടയിലാണല്ലോ അവരുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളത്തിന് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ നദീതീരങ്ങളിലൊക്കെ ഇവർ കനാൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടൊക്കെ ഇവർ ബെറ്റർ ഇറിഗേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി ഇവർക്ക് ലാർജ് എമൗണ്ട് ഓഫ് സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികളിൽ ഉണ്ടാവുന്ന വെള്ളപ്പൊക്കം, വർഷത്തിലുണ്ടാവുന്ന ആ വെള്ളപ്പൊക്കം ആ ഒരു തീരപ്രദേശങ്ങളിൽ സമൃദ്ധി ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവിടെ ഫലഭൂയിഷ്ടിയുള്ള പ്രദേശങ്ങളാക്കി മാറ്റും. ഇപ്പൊ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ അവിടെ എക്കൽമണ്ട് നിറയുന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അങ്ങനെ എക്കൽമണ്ണ് നിറഞ്ഞ വെള്ളപ്പൊക്കം കാരണം എക്കൽമണ്ണ് നിറഞ്ഞിട്ടുള്ള ആ പ്രദേശത്താണ് അവർ പിന്നീട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ ഈ ഒരു സോയിലിൽ ഫെർട്ടിലിറ്റി റിച്ച് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏർലിയസ്റ്റ് ഫോം ഓഫ് റിട്ടൺ ലാംഗ്വേജ് ആണ് ക്യൂണിഫോം എന്നറിയപ്പെടുന്നത്. By 3000 BCE, Mesopotamia was firmly under the control of the Sumerian people. അപ്പോൾ 3000 BC കാലഘട്ടമായപ്പോഴേക്കും മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന ആ ഒരു റീജിയൻ മൊത്തം സുമേറിയൻ ജനങ്ങളുടെ കൈകളിലായിട്ടുണ്ടായിരുന്നു. സുമേർ കണ്ടെയ്ൻഡ് സെവറൽ ഡീസെൻട്രലൈസ്ഡ് സിറ്റി സ്റ്റേറ്റ്സ് എറിഡ്, നിപ്പർ, ലഗാഷ്, ഉറൂക്ക്, കിഷ് ആൻഡ് ഉർ. അപ്പോൾ സുമേർ എന്ന് പറയുന്ന ആ ഒരു റീജിയനിൽ അവർ കുറച്ചധികം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ട്. അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എറിഡു, നിപ്പർ, അതുപോലെ ലഗേഷ്, ഉറൂക്ക്, കിഷ്, ഉർ എന്നൊക്കെയാണ് അതിൻ്റെ സ്റ്റേറ്റുകളുടെ പേര്. ഈ സ്റ്റേറ്റുകളുടെ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതിൽ ഉർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഈ സുമേറിയൻ സിറ്റി സ്റ്റേറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഉർ. ഈ ഉർ എന്ന് പറയുന്ന സിറ്റിയിലാണ് ധാരാളം സിഗുറാത്തുകളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. സിഗുറാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈൻ പ്ലേസ് ആണ്, ഒരു ടെമ്പിൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു പ്ലേസ് ആണ് ഈ സിഗുറാത്ത് എന്ന് പറയുന്നത്. സിഗുറാത്ത് എന്ന വാക്കിന്റെ മീനിങ് വരുന്നത് ഹിൽ ഓഫ് ഹെവൻ എന്നാണ്. അപ്പോൾ പാട്രോൺ ഗോഡ്സിന്റെ ഒക്കെ ടെമ്പിൾ ഇവിടെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പിക് ഓഫ് ഗിൽഗമേഷ്. അപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു ലാംഗ്വേജ് ആണ് ക്യൂണിഫോം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത്തരത്തിലൊരു റൈറ്റിംഗ് സിസ്റ്റം ഇവോൾവ് ചെയ്ത് വന്നതിന്റെ ശേഷമാണ് ഒരു റിച്ച് എപ്പിക് ലിറ്ററേച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. സ്റ്റോറി ഓഫ് ക്രിയേഷൻ, അതുപോലെ എപ്പിക് ഓഫ് ദ ഫ്ലഡ് ആൻഡ് എപ്പിക് ഓഫ് ഗിൽഗമേഷ്, അതൊക്കെയാണ് സർവൈവ് ചെയ്ത് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ഗിൽഗമേഷ് എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയയിലെ ക്ലാസിക് ഹീറോ ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ പറയുന്നത്. ദെൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, സുമേറിയൻസ് അവരെ തന്നെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഹെഡഡ് പീപ്പിൾ, അതായത് കറുത്ത തലയുള്ളവർ എന്നാണ് അവരെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇവരുടെ മെസപ്പൊട്ടോമിയക്കാരുടെ റിലീജിയൻ പറയുകയാണെങ്കിൽ സുമേറിയൻസിന് ഒരു ഓർഗനൈസ്ഡ് സെറ്റ് ഓഫ് ഗോഡ്സ് ഉണ്ടായിരുന്നില്ല. ഓരോ സിറ്റിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഓൺ പാട്രോൺ ഗോഡ് ഉണ്ട്. അതായത് നമ്മൾ കുറച്ച് സിറ്റികളുടെ പേര് പറഞ്ഞല്ലോ, ഉർ, അതുപോലെ എറിഡു എന്നിങ്ങനെ കുറച്ച് സിറ്റികളുടെ പേര് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഓരോ സിറ്റിക്കും അതിൻ്റെതായിട്ടുള്ള പാട്രോൺ ഗോഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാട്രോൺ ഗോഡിന് ഉള്ളതുപോലെ തന്നെ ടെമ്പിൾ, അതുപോലെ പ്രീസ്റ്റ്, അതുപോലെ കിങ് ഒക്കെ ഉണ്ട്. സുമേറിയൻസ് വർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ദൈവമാണ് അനു എന്നുള്ളത്, ANU. സ്കൈ ഗോഡിനെയാണ് ഇവര് ഈ അനു എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു ഫുൾ ടൈം ഗോഡ് ആയിട്ടാണ് അവര് പറയുന്നത്. ദെൻ എൻകി എന്ന് പറയുന്നത് അടുത്ത ഒരു ഗോഡാണ്. ആർട്സ് ആൻഡ് സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗോഡാണ് എൻകി, ENKI. ദെൻ എൻലിൽ, ENLIL, എൻലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോംസിന്റെ ലോഡാണ്, ലോഡ് ഓഫ് സ്ട്രോംസ്. ഇഷ്ടാർ അത് അല്ലെങ്കിൽ ഇന്നന വാസ് ദ ഗോഡ് ഓഫ് ദ മോർണിംഗ് ആൻഡ് ഈവനിങ് അറ്റ് ദ ടെമ്പിൾ ഓഫ് ഉറൂക്ക്. അപ്പോൾ ഉറൂക്ക് എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ടെമ്പിളിലെ മോർണിംഗ് ഗോഡാണ് ഇഷ്ടാർ അല്ലെങ്കിൽ ഇന്നന്ന എന്ന് പറയുന്നത്. മോർണിംഗ് അതുപോലെ ഈവനിങ് ഗോഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രത്യേക ദൈവങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു. ഇനി ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻഷ്യൻ സുമേറിയൻസിനെ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് സിസ്റ്റം ആയിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും അവർ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അങ്ങനെ അവർ പല റോ മെറ്റീരിയൽസ് പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിച്ച് ഗുഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് അവരുടെ നാട്ടിലും അതുപോലെ മറ്റു നാടുകളിലേക്കും അവർ
വിറ്റിട്ടുണ്ടായിരുന്നു. They were the first to produce wheeled carts and it helped them to carry on trade on land. അപ്പോൾ ചക്രം ഘടിപ്പിച്ച വണ്ടികൾ, കാർട്ടുകൾ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സുമേറിയൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ലാൻഡ്, ഭൂമിയിലുള്ള അതായത് കരപ്രദേശത്തുള്ള ട്രേഡ് അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നാണ് പറയുന്നത്. അതൊക്കെ ട്രേഡിന് വേണ്ടി ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടി. ദെൻ സുമേറിയൻസ് സ്ലേവ്സിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസുകൾ ലഭിച്ചിട്ടുണ്ട്. ദെൻ ലാംഗ്വേജ് ആൻഡ് റൈറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂണിഫോം ആണ് ഇവരുടെ ലാംഗ്വേജ് എന്നുള്ളത്. ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു റൈറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ടാബ്ലറ്റുകൾ. ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലേറ്റ് പോലെയുള്ള ഒരു സംഭവം, നമ്മുടെ ഇപ്പോഴത്തെ പണ്ടത്തെ സ്ലേറ്റ് ഒക്കെ ഇല്ലേ, അതേപോലെ ഉള്ള ഒരു അത്തരത്തിൽ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അതാണ് അവരുടെ ഒരു പേജ് എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ പോലത്തെ പേപ്പറുകളും ഒന്നുമില്ലല്ലോ. പേപ്പറുകളൊക്കെ പിന്നീട് മീഡിയവൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആയിട്ടാണല്ലോ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവർ ഇലകളിലും അതുപോലെ ഇത്തരത്തിൽ ടാബ്ലറ്റ് ആയിട്ട് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടാബ്ലറ്റ്സ് ആയിട്ട് അതിലൊക്കെയായിരുന്നു ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് ടാബ്ലറ്റ് കളിമണ്ണ് കുഴച്ച് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കും. അതിൽ എന്നിട്ട് അവർ എന്തെങ്കിലും കട്ടിയുള്ള വടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എഴുതും. എന്നിട്ട് അത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു എഴുത്ത് മായാതെ അങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റം ആയിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, എഴുത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മന്ത്രങ്ങൾ, അതുപോലെ ലെറ്റേഴ്സ്, ബിസിനസ് ഡോക്യുമെന്റ്സ്, പിന്നെ കോൺട്രാക്ട്, പിന്നെ നിയമങ്ങൾ, പിന്നെ പ്രാർത്ഥനകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഇവർ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ക്ലേ ടാബ്ലറ്റ്സ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കൊണ്ടുള്ള ഒരു ലൈബ്രറി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ലൈബ്രറി വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലീഗൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുമേറിയൻ സിവിലൈസേഷൻ വാസ് ദ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ഹിസ്റ്ററി ടു ഡെവലപ്പ് എ ലീഗൽ സിസ്റ്റം. അപ്പോൾ ഒരു ലീഗൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്, വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ഫസ്റ്റ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് സുമേറിയൻ സിവിലൈസേഷൻ ആണ്. സുമേറിയയിലെ ഒരു മെയിൻ ഗോഡ് ഓഫ് ലോ, നിയമത്തിന്റെ, ലോ ആൻഡ് ജസ്റ്റിസിന്റെ ഒരു ഗോഡ് എന്ന് പറയുന്നത് ഷമ്മാഷ് ആണ്. SHAMASH, അതാണ് പേര്, ഷമ്മാഷ്. ദെൻ പട്ടേഷി എന്ന് പറഞ്ഞ സ്പെല്ലിങ് PATESI. പട്ടേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ഓഫ് ജസ്റ്റിസ്, അപ്പോൾ അല്ലെങ്കിൽ ലോ ഗീവർ എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു പൊസിഷനിലുള്ള വ്യക്തിയാണ് പട്ടേസി എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഒരു ലീഗൽ സിസ്റ്റം പറയുമ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് കോഡ് ഓഫ് ഹമ്മുറാബി. ഹമ്മുറാബിയുടെ നിയമസംഹിത എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അത് ബാബിലോണിയയിലെ റൂളർ ആയിരുന്നു ഹമ്മുറാബി. അപ്പോൾ ഈ ഹമ്മുറാബി കോഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്താണോ ആ കുറ്റം അതിനനുസരിച്ചുള്ള ശിക്ഷ. നമ്മുടെ ഇപ്പോഴത്തെ പോലെ ജയിലിൽ കൊണ്ടിടുക അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ആയിരുന്നില്ല. ഐ ഫോർ എൻ ഐ, ആ ഒരു സിസ്റ്റം ആയിരുന്നു. അത് കണ്ണിന് കണ്ണ് എന്നുള്ള പോലെ. ഇപ്പോൾ ഒരാളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ഒരു കുറ്റമാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെയ്ത ആളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. അല്ലെങ്കിൽ കൈ മുറിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്ത ക്രിമിനലിന്റെ കൈ മുറിച്ച് കളയുക. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു ഈ ഹമ്മുറാബിയുടെ കോഡിൽ എടുത്തു പറയേണ്ട ഒന്ന്. അപ്പോൾ അതാണ് കോഡ് ഓഫ് ഹമ്മുറാബി. നെക്സ്റ്റ് പറയുന്നത് മിലിറ്ററി ഓർഗനൈസേഷൻ ഇൻ ആൻഷ്യന്റ് അസീറിയ. അപ്പോൾ അസീറിയ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസൊപ്പൊട്ടേമിയയിലെ നോർത്തിലുണ്ടായിരുന്ന ഒരു ഹൈലാൻഡിനെയാണ് അസീറിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അസീറിയയിലെ മിലിറ്ററി ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ്, എ സ്റ്റാൻഡിങ് ആർമി. ആദ്യകാലത്തെ അസീറിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാരിയർ സൊസൈറ്റി ആയിരുന്നു. അവിടുത്തെ അസീറിയയിലത്തെ എല്ലാ യുവാക്കൾക്കും എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിന് വിളിക്കാം എന്നുള്ള ഒരു ലെവലിൽ അവർ എപ്പോഴും ആ ഒരു കോള് പ്രതീക്ഷിച്ചിരിക്കണം. അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ആദ്യകാലത്തെ അസീറിയ എന്ന് പറയുന്നത്. പക്ഷെ അവിടുത്തെ ഒരു സിസ്റ്റം, ഒരു എംപയർ ഡെവലപ്ഡ് ആയി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെ ആ എംപയറിന്റെ കീഴിൽ ഒരു സ്റ്റാൻഡിങ് ആർമി കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അതായത് കുറച്ച് പ്രൊഫഷണൽ സോൾജിയേഴ്സിനെയും അവർക്ക് ഒരു ജോലി, അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുക, യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ജോലി. അപ്പോൾ ഒരു പ്രൊഫഷണൽ സോൾജിയേഴ്സിനൊക്കെ എംപ്ലോയ്മെന്റ് അതിൽ നിയമിച്ചിട്ട് ഒരു സ്റ്റാൻഡിങ് ആർമി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ബിൽഡിംഗ് ആൻ എംപയർ. അസീറിയയിലെ രാജാക്കന്മാര് അവരുടെ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എംപയർ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് കൂടെ തന്നെ അവർ പുതുതായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ
ആർമീനെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോൾ പുതുതായിട്ട് ക്യാപ്ചർ ചെയ്ത പ്രദേശങ്ങൾ ഇനി വേറെ ആരെങ്കിലും ക്യാപ്ചർ ചെയ്താലോ എന്ന് വെച്ചിട്ട് ആർമിയെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എംപയറിലുടനീളം അവർ ഫോർട്ടുകളും അതുപോലെ റോഡുകളും ഒക്കെ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർമിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആർമിക്ക് ഒരു ക്വിക്ലി ഒരു ട്രാവലൊക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിൽ റോഡുകളും ഫോർട്ടുകളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, വാറിയർ കിങ്സ്. ദ കിങ്സ് ഓഫ് അസീറിയൻസ് were expected to be warrior themselves. അപ്പോൾ ഈ രാജാവും ഇത്തരത്തിലെ യുദ്ധകാര്യങ്ങളിലൊക്കെ അദ്ദേഹവും ഇങ്ങനെ അതൊക്കെ എക്സ്പെക്ട് ചെയ്യണം. അദ്ദേഹത്തിനും ഇത്തരത്തിൽ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരാറുണ്ട്. ചാരിയറ്റ്സ്, രഥങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് രഥം എന്നുള്ളത് അറിയാലോ. ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഈ രഥത്തിലൊക്കെ ഇരുന്നിട്ടാണ് അവർ യുദ്ധം ചെയ്യാറുള്ളത്. അതുപോലെ ഈ രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്യുന്ന വാഹനം, ഒരു വീൽഡ് വെഹിക്കിളാണ്. രണ്ടോ നാലോ കുതിരകൾ വലിക്കുന്ന ഒരു വീൽഡ് വെഹിക്കിളാണ് ചാരിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചാരിയറ്റ് ഒക്കെ ഈ അസീറിയൻ ആർമിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെസപ്പൊട്ടോമിയനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആൻഷ്യന്റ് ബ്രോൺസ് സിവിലൈസേഷൻസ് ഒന്നായിട്ടുള്ള മെസപ്പൊട്ടോമിയയെ കുറിച്ചിട്ട് പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചിട്ടാണ്. ദ ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പ്രൊഡ്യൂസ്ഡ് ദ ഫസ്റ്റ് ഗവൺമെന്റ് ടു റൂൾ ആൻ എൻറ്റയർ നേഷൻ. അപ്പോൾ ഒരു എൻറ്റയർ നേഷൻ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണെന്നാണ് പറയുന്നത്. ദ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് നൈൽ റിവർ. നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈജിപ്തിനെ നൈലിന്റെ വരദാനം എന്നൊക്കെ പറയാറുണ്ട്. ഈജിപ്തിലെ ഭരണാധികാരിയെ ഫറവോ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദ ഫറവോ വാസ് ദ റൂളർ ഓഫ് ആൻഷ്യന്റ് ഈജിപ്ത് ബോത്ത് പൊളിറ്റിക്കലി ആൻഡ് റിലീജിയസ്ലി. അപ്പോൾ പൊളിറ്റിക്കലി മാത്രമല്ല റിലീജിയസ്ലിയും ഈ ആൻഷ്യന്റ് ഈജിപ്തിനെ നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു റൂളറായിരുന്നു ഫറവോ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദ ഫറവോ ഹെൽഡ് ദ ടൈറ്റിൽ ലോർഡ് ഓഫ് ദ ടു ലാൻഡ്സ്, മീനിങ് ദാറ്റ് ഹി റൂൾഡ് ഓൾ ഓഫ് അപ്പർ ആൻഡ് ലോവർ ഈജിപ്റ്റ് ആൻഡ് ഹൈ പ്രീസ്റ്റ് ഓഫ് എവരി ടെമ്പിൾ. അപ്പോൾ ഫറവോ ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടൈറ്റിലാണ് ലോർഡ് ഓഫ് ദ ടു ലാൻഡ്സ്, രണ്ട് ലാൻഡുകളുടെ ലോർഡ് എന്നുള്ള ഒരു ടൈറ്റിൽ ഫറവോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പർ അതുപോലെ ലോവർ ഈജിപ്തിന്റെ ഭരണാധികാരി എന്നുള്ളതാണ്. ദെൻ ഈ ഫറവോ തന്നെയായിരുന്നു എല്ലാ ടെമ്പിളിന്റെയും ഹൈ പ്രീസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഈ ഈജിപ്തിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഈസ്റ്റേൺ നോർത്ത് ആഫ്രിക്ക, അവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 3150 BCE കാലഘട്ടത്തിലാണ് ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ പീരീഡ് വരുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ലോവർ ഈജിപ്തും അതുപോലെ അപ്പർ ഈജിപ്തും ഒക്കെ രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലോവർ ഈജിപ്തിനെയും അപ്പർ ഈജിപ്തിനെയും ആദ്യമായിട്ട് ഏകീകരിച്ചിട്ടുള്ളത് മെനസ് എന്ന് പറയുന്ന ഒരു ഫറവോ ആണ്. MENES, മെനസ് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. MENES അതാണ് സ്പെല്ലിംഗ് വരുന്നത്. ആദ്യത്തെ അറിയപ്പെടുന്ന ഫറവോ ആണ് ഇദ്ദേഹം. പിന്നീട് ആദ്യത്തെ ഡൈനാസ്റ്റിക് പീരീഡ് ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 3150 നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏകീകരണം, ലോവർ ഈജിപ്തിന്റെയും അപ്പർ ഈജിപ്തിന്റെയും ഒരു ഏകീകരണം എന്ന് പറയുന്നത് 5500 BCE ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ ചെറിയ ചെറിയ ട്രൈബുകളായിട്ടായിരുന്നു ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ആ ട്രൈബുകളെയൊക്കെ ഈ ലോവർ അതുപോലെ അപ്പർ ഈജിപ്തിനൊക്കെ ഒന്ന് യൂണിഫൈഡ് ചെയ്തിട്ടുള്ളത് മെനീസ് എന്ന് പറയുന്ന ഫറവോ ആയിരുന്നു. ദെൻ 3150 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഡൈനാസ്റ്റിക് പീരീഡ് ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ മെംഫിസിൽ ഇവർ ക്യാപിറ്റൽ ഇംപ്ലിമെന്റ് ചെയ്യാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഉണ്ടാവുന്നത്. മെംഫിസ്, MEMPHIS. ആൻഷ്യന്റ് ഈജിപ്തിലെ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ലാംഗ്വേജ് ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിക്ചേഴ്സിന്റെ ഫോമിലാണ് ഇതുണ്ടായിരുന്നത്. പിക്ടോഗ്രാഫ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു പിക്ചേഴ്സിന്റെ പല പിക്ചേഴ്സിന്റെ ഫോമിലാണ് ഇത് ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ഡെസിഫർ ചെയ്തിട്ടുള്ളത് ജീൻ ഫ്രാങ്കോയിസ് ഷംബാലിയൻ എന്ന് പറയുന്ന ഒരു സ്കോളറാണ്. അദ്ദേഹം റോസറ്റ സ്റ്റോൺ സ്റ്റഡി ചെയ്തതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് എക്സ്പെഡിഷന്റെ ടൈമിൽ 1799 CE കാലഘട്ടത്തിൽ ഫ്രഞ്ച് എക്സ്പെഡിഷന്റെ കാലഘട്ടത്തിലാണ് ഈ റോസറ്റ സ്റ്റോൺ ഡിസ്കവർ ചെയ്യുന്നത്. ദെൻ ഈജിപ്ഷ്യൻസിന്റെ റിലീജിയൻ പറയുകയാണെങ്കിൽ
പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളുടെയും പിന്നിൽ ഒരു പവർ ഉണ്ട് എന്നാണ് അവരെ വിശ്വസിച്ചിരുന്നത്. They believed that there was a power behind every phenomenon of nature. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോഡ് എന്ന് പറയുന്നത് സൺ ആയിരുന്നു, സൂര്യൻ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം. അപ്പോൾ സൂര്യനെ പല പേരുകളിലാണ് അവർ വർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്കുണ്ടായിരുന്ന മറ്റ് ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂൺ ഗോഡ് ഉണ്ടായിരുന്നു, അതുപോലെ ഗോഡ് ഓഫ് ഫ്ലഡ്, അത്തരം ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവർ പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും അവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ പേരിൽ ഈ സൂര്യൻ, ചന്ദ്രൻ അതിനൊക്കെ അവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഈജിപ്ഷ്യൻസ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, അതായത് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവര് മമ്മിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആളുടെ ഡെഡ് ബോഡി അവരുടേതായിട്ടുള്ള കുറച്ച് പച്ചമരുന്നുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവരത് പ്രിസർവ് ചെയ്ത് വെക്കും. അങ്ങനെ ഈ ബോഡി പ്രിസർവ് ചെയ്ത് വെക്കുന്നതിന്റെ ഒപ്പം തന്നെ അവർ ആ ഒരു പർട്ടിക്കുലർ വ്യക്തി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ അതിന്റെ കൂടെ വെക്കുമായിരുന്നു. ഇതിപ്പോ ഒരു രാജാവാണ് മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഫറവോ ആണ് മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫറവോക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ പിരമിഡ്, ഈ മമ്മിയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് പിരമിഡ് എന്നറിയപ്പെടുന്നത്. പിരമിഡിന്റെ പിക്ചറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പോൾ അത്തരത്തില് പിരമിഡിലാക്കിയിട്ടാണ് ഫറവോകളുടെ ഡെഡ് ബോഡി അവര് പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പല സുഗന്ധ തൈലങ്ങളൊക്കെ പുരട്ടിയിട്ടാണ് ഈ ഡെഡ് ബോഡി മറവ് ചെയ്യല അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറേ നാളൊക്കെ ഇങ്ങനെ കേടുകൂടാതിരിക്കും. ഇപ്പോഴും നമ്മൾ ഈജിപ്തിലൊക്കെ ഇപ്പോൾ ടൂർ പോകുന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈജിപ്തിൽ പോയി കഴിഞ്ഞാൽ ഈ പിരമിഡിന്റെ ഉള്ളിലൊക്കെ കയറി കാണാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഇപ്പോൾ ആൻഷ്യൻ ടൈമിൽ നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഫറവോകളുടെ മമ്മി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ വളരെ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു നിധി എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഫറവോമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഇപ്പോൾ കിരീടമോ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ അതിൻ്റെ കൂടെ തന്നെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് അവരുടെ ഒരു ബറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫിനീഷ്യൻ ട്രേഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫിനീഷ്യ എന്ന് പറയുന്ന സ്ഥലം മോഡേൺ ലെബനൻ അതെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആൻഷ്യൻ റീജിയൻ ആണ് ഫിനീഷ്യ. അതിന്റെ അഡ്ജോയിനിങ് പാർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറിയ, അതുപോലെ ഇസ്രായേൽ അതൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഇൻഹാബിറ്റൻസിനെയാണ് ഫിനീഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവര് മെർച്ചൻസും അതുപോലെ ട്രേഡേഴ്സും ഒക്കെ ആയിട്ട് പ്രശസ്തരായിരുന്നു ഇവിടുത്തെ ഈ ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത്. ഫിനീഷ്യയിലെ ചീഫ് സിറ്റീസ് എന്ന് പറയുന്നത് സിഡൻ, ടയർ, ബെറോട്ട് എന്നിവയാണ്. സിഡന്റെ സ്പെല്ലിംഗ് SIDON സിഡൻ, ടയർ TYRE, പിന്നെ ബെറോട്ടിന്റെ സ്പെല്ലിംഗ് BEROT. അപ്പോൾ ഇതാണ് ഫിനീഷ്യയിലെ പ്രധാനപ്പെട്ട സിറ്റികൾ എന്ന് പറയുന്നത്. ഫിനീഷ്യയിലെ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ച് പറയുകയാണെങ്കിൽ അവർ കോയിൻസ് ഒന്നും അത്ര അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്കതൊരു അൺനെസസറി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു ബാർട്ടർ സിസ്റ്റം പോലുള്ള ഒരു എക്സ്ചേഞ്ചിങ് സിസ്റ്റം ആയിരുന്നു മെയിൻലി അവരുണ്ടായിരുന്നത്. ഫിനീഷ്യൻ ട്രേഡിന്റെ പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ വുഡ്, അതുപോലെ ഫൈൻ ലിനൻ ഫ്രം ടയർ എന്ന് പറഞ്ഞ ഒരു സിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് ലിനൻ ക്ലോത്ത്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പൈൻ വുഡ് ഇവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സിഡൻ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് വൈൻ, മെറ്റൽ വർക്ക്, അതുപോലെ ഗ്ലാസ് അതുപോലെ സാൾട്ട് അതെല്ലാം ഇവർ സിഡൻ എന്ന് പറയുന്ന ആ സിറ്റിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രൈഡ് ഫിഷ്, ഉണക്കിയ ഫിഷ് ഇവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇമ്പോർട്ടഡ് ഗുഡ്സ് പറയുകയാണെങ്കിൽ സ്പെയിനിൽ നിന്ന് സിൽവറും അതുപോലെ അയേണും ഇവർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എത്യോപ്യയിൽ നിന്നും ഗോൾഡ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ലിനൻ, അതുപോലെ ഗ്രെയിൻ അതെല്ലാം തന്നെ ഈജിപ്തിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രെയിൻ, ബാർലി, ഹണി, അതുപോലെ ഓക്ക്, ടിമ്പർ ഇതെല്ലാം ഇവര് പലസ്തീനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയാണ് ഫിനീഷ്യൻ ട്രേഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ നമ്മുടെ മൊഡ്യൂൾ ഫസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്.
അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നോട്ട് എല്ലാവരും കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് നമ്മൾ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ട് നോട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ള പോയിന്റ്സുകളൊക്കെ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലെവലിലുള്ള പോയിന്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് എക്സ്പാൻഡഡ് ആയിട്ടുള്ള പോയിന്റുകൾ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് ഒരു റഫ് റീഡിങ്ങെങ്കിലും നടത്തുക. ഒരു കണ്ടന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിലും ഒരു കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. താങ്ക് യു.